അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും റാഹത്തന്നല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഓർമ്മല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം എന്തായിരുന്നു? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അംറ് ഫിയാലിൻ്റെ മബിനിയെ കുറിച്ചിട്ടാണ് അല്ലേ? ശരിക്കും പഠിച്ചോ? 4 തരത്തിലാണ് അംറ് ഫിയാലിൻ്റെ മബിനി വരിക. അത് എപ്പോഴൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാണ്. എപ്പോഴൊക്കെയാണ് ഓർമ്മ ഉണ്ടാ? ക്ലാസ് കേട്ടാൽ മാത്രം പോലെ നിങ്ങൾ അന്നാന്ന് എടുക്കണം. കായികകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ അംറ് ഫിയാലിൻ്റെ മബിനി, അപ്പോൾ നമ്മൾ ആദ്യം മാലിൻ്റെ മബിനിൻ്റെ ഇനങ്ങളൊക്കെ പഠിച്ചു. ഇനി അംറ് ഫിയാലിൻ്റെ മബിനിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അംറ് ഫിയാൽ 4 തരത്തിലാണ് മബിനി വരിക. സുക്കൂൻ്റെ മേൽ മബിനി വരും. അതെപ്പോഴാണ്? അവസാനം സ്വഹീഹ ആവുകയും, അതായത് സ്വഹീഹായ ഫിയാൽ ആവുകയും അതിനോടൊന്നും ചേരാതിരിക്കുന്ന അവസ്ഥ വരികയും ചെയ്താൽ, പിന്നെ നൂൻ നിസ്വ ചേർന്ന് വന്നാൽ, ഈ 2 അവസ്ഥയിലും അംറ് ഫിയാൽ സുക്കൂൻ്റെ മേലാണ് മബിനി. ഇനിയോ തേക്കീദിന് നൂന് വന്നാൽ ഫതഹിൻ്റെ മേൽ മബിനിയാകും. ഇല്ലത്തിൻ്റെ അർഫാണ് അവസാനം, അതായത് ആ ഫീലിൻ്റെ അവസാനം ഇല്ലത്തിൻ്റെ അക്ഷരം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് ആ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേലാണ് മബിനി. അതേപോലെ അലിഫ് ഉസ്നേനി, വാവുൽ ജമാഅത്ത്, യാഉൽ മുഖാതബത്ത് ഇവയൊക്കെ അംറ് ഫീലിനോട് ചേർന്ന് വന്നാൽ നൂനിനെ കളയുന്നതിൻ്റെ മേലാണ് മബിനി വരിക. അപ്പം ഇങ്ങനെ 4 അവസ്ഥകളാണ് അംറ് ഫീലിനിക്ക് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിന് തംരീനാണ് ചെയ്യാറുള്ളത്. തംരീൻ ചെയ്യല്ലേ? പാടൊക്കെ എല്ലാവർക്കും ശരിക്കും മനസ്സിലായതല്ലേ? അപ്പം ഇനി നമുക്ക് തംരീനെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ തംരീൻ 1, ഐൻ ഫിൽ ഇബാറത്തിൽ ആത്തിയ, താഴെ വരുന്ന ഇബാറത്തിൽ നീ നിർണയിക്ക് അഫാലിൽ അംറിൽ മബിനിയത്തി അല സുക്കൂൻ, സുക്കൂനിൻ്റെ മേൽ മബിനിയായ അംറ് ഫിയാലുകളെ നിർണയിക്ക്. അപ്പോൾ താഴെ ഒരു ഇബാറത്ത് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സുക്കൂനിൻ്റെ മേലുള്ള അംറ് ഏതൊക്കെ നമ്മൾ കണ്ടെത്തണം. വൽ മബിനിയത്ത് അൽ ഫതഹി, ഫതഹിൻ്റെ മേലുള്ള മബിനിയെയും കണ്ടെത്ത്. വൽ മബിനിയത്ത് അല ഹദഫിൽ ആഖിരി, അവസാനം കളയുന്നതിൻ്റെ മേലുള്ള മബിനി, അതായത് അവസാനത്തെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയുന്നതിൻ്റെ മേലുള്ള മബിനി. വദ്കുരി സബബ് ഫീ കുല്ലി ഹാലി, ഈ എല്ലാ അവസ്ഥയിലുള്ള കാരണവും നീ വ്യക്തമാക്കുക. എന്തുകൊണ്ടാണ് അത്, എന്താണ് അതിൻ്റെ സുക്കൂൻ്റെ മേലെ എന്തുകൊണ്ടാണ് മബിനി വന്നത്, ഫതഹിൻ്റെ മേലെ എന്തുകൊണ്ടാണ് മബിനി ആയത്, ഹദഫുൽ ആഖിറിൻ്റെ മേലെ എങ്ങനെയാണ് മബിനി വന്നത് എന്ന് അതിൻ്റെ ആ കാരണത്തെയും നീ എന്ത് ചെയ്യേ? വ്യക്തമാക്ക്. അപ്പോൾ ചോദ്യം മനസ്സിലായില്ല എല്ലാവർക്കും? ആദ്യം ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു ഇബാറത്ത് തന്നിട്ടുണ്ട്. ഈ ഇബാറത്തിൽ നിന്നും നമ്മൾ എന്തിനൊക്കെ, ഇതിൽ കുറേ അംറ് ഫീലുകൾ വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അംറ് ഫീൽ ഓരോ അംറ് ഫീലും ഏതിൻ്റെയൊക്കെ മേലാണ് മബിനി എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പം നോക്കല്ലേ? ഇതാ സാറക്ക, നിന്നെ സന്ദർശിച്ചാൽ, സ്വദീഖുൻ കൂട്ടുകാരൻ, ഫൽഖഹു നീ അവനെ കണ്ടുമുട്ട്, ബിൽ ബിശരി നല്ല സന്തോഷത്തോടു കൂടെ. അതായത് ഒരു കൂട്ടുകാരൻ നിന്റെ സന്ദർശകനായിട്ട് വന്നാൽ നീ അവനോട് നല്ല പ്രസന്ന ഭാവത്തോട്, നല്ല സന്തോഷത്തോടു കൂടി നീ അവനെ കണ്ടുമുട്ടുക. നല്ല സന്തോഷത്തോടു കൂടി, നല്ല പ്രസന്ന മുഖഭാവത്തോടു കൂടി നീ അവനെ സ്വീകരിക്കുക. അപ്പോൾ ബാലിഗ നീ എന്ത് ചെയ്യും? അധികരിപ്പിക്ക് ഫി ഇക്റാമിഹി, അവനെ എന്താണ് ഇക്റാമിൽ അവനെ ആദരിക്കുന്ന വിഷയത്തിൽ, അതായത് അവനോട് നല്ലോണം ആദരിക്കുക. കാരണം നമ്മൾ അതിഥിയല്ലേ, അവനെ നീ ആദരിക്കുക. വാസി നീ ശ്രദ്ധിച്ച് കേൾക്ക്, ഇല ഹദീസിഹി അവൻ്റെ സംസാരത്തിലേക്ക്. അപ്പോൾ അവൻ പറയുന്നതൊക്കെ നീ നല്ല ശ്രദ്ധിച്ച് കേൾക്ക്. വജഅലന്നഹു നീ അവനെ ആക്ക്, യശൂറു അവനക്ക് തോന്നുന്നത് പോലെ നീ അവനെ ആക്കി. എങ്ങനെ? കഅന്നഹു ഫീ മൻസിലിഹി വ ബൈന അഹ്ലിഹി, കഅന്നഹു അവനായതുപോലെ, ഫീ മൻസിലിഹി അവൻ്റെ വീട്ടിലും, വ ബൈന അഹ്ലിഹി അവൻ്റെ കുടുംബക്കാർക്കിടയിലും. ഇത് അവൻ അവൻ്റെ വീട്ടിലും അവൻ്റെ കുടുംബക്കാർക്കിടയിലുമാണ് എന്നുള്ള ആ ഒരു ഫീല് നീ അവനക്ക് ആക്കി കൊടുത്ത്, അങ്ങനെ തോന്നുന്നൊരവസ്ഥയിൽ നീ അവനെ ആക്കി എന്നർത്ഥം. വൈദ അറാദൽ ഇൻസിറാഫ ഇനി അവൻ പിരിഞ്ഞു പോവാൻ ഉദ്ദേശിച്ചാൽ, ഫശയ്യഅന്നഹു നീ അവനെ യാത്രയയക്ക്, ഇലൽ ബാബ് വാതിൽ വരെ. ചെയ്യാന എന്ന് പറഞ്ഞാൽ ശരിക്ക്
നമ്മൾ വാതിൽക്കലേക്ക് അനുഗമിച്ച് അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിൽക്കലൊക്കെ വരെ പോവില്ലേ, അതിഥികളൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സിറ്റൗട്ട് വരെ എന്ത് ചെയ്യും, പോയി അവരെ യാത്രയാക്കും. അപ്പം നീ അവനെ അനുഗമിക്കും, നീ അവനെ യാത്രയാക്കിയില്ല വാബ്, അവൻ്റെ വാതിൽ വരെ, നിൻ്റെ വാതിൽ വരെ. വഷ്കുറന്നഹു, നീ അവനോട് എന്ത് ചെയ്യേ, നന്ദി പറയേ, അലാ സിയാറത്തിഹി, നിന്നെ സന്ദർശിച്ചതിൻ്റെ മേൽ. അപ്പം അവനെ സന്ദർശിച്ച നമ്മൾ സിയാറത്ത് ചെയ്തതിൻ്റെ മേൽ നീ അവനോട് നന്ദി പറയേ. വർജു, നീ ആഗ്രഹിക്ക് യഊദ, അവൻ മടങ്ങാൻ, ഇലാ സിയാറത്തിക, നിന്റെ സിയാറത്തിലേക്ക് മടങ്ങാൻ, ഫിൽ ഫറസിൽ ഖരീബ, അടുത്തൊരു ഫറസ്, അടുത്തൊരു ഒഴിവിൽ തന്നെ, അടുത്തൊരു കാലത്തിൽ തന്നെ നിന്നെ അവൻ വീണ്ടും സിയാറത്ത് ചെയ്യാൻ നീ ആഗ്രഹിക്കുകയും ചെയ്യാം. അപ്പോൾ വാക്കർത്ഥങ്ങളൊക്കെ അറിയാത്ത വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ വിഷയം ഇപ്പം ചോദ്യം അല്ല പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഒരുപാട് അമ്രഫീലുകളുണ്ട്. കാരണം ഒരാൾ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കൽപ്പന ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെയുള്ള അമ്രഫീലുകൾ ഓരോന്നും നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് എന്തിൻ്റെ മേലാണ് മബനി എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ചെയ്യൂലേ? അപ്പം ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യത്തെ മബനി ഏതാണ്? ഇതാ താറക്ക് സ്വദീഖും ഫൽഖഹു ബിൽ ബിശ്ർ, നീ അവനെ കണ്ടുമുട്ട്. അപ്പം അവിടെ ഏതാ ഫിയാല്? ലഖിയ യൽഖ എന്നാണ്. അവസാനം ഏതാണ്? മുഅത്തല്ലാണ്. അപ്പം എങ്ങനെയാണ്? ഫൽഖ എന്നുള്ളത് ആ ഇല്ലത്തുണ്ടോ? ഇല്ല. അപ്പം അവിടെ ഹദഫുൽ ആഖിറിൻ്റെ മേലാണ് ഇവിടെ മബനി വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞു, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയൊക്കെ ചെയ്യുക, നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ചിലപ്പോൾ ഹദഫുൽ ആഖിറായിരിക്കും, ചിലപ്പം ഫതഹിൻ്റെ മേലായിരിക്കും, ചിലപ്പോൾ സുക്കൂൻ്റെ മേലായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്ത തമ്മിലിന് പറയാം. രണ്ടാമത്തെ തമ്മിലിന് ഹാത്തി നീ കൊണ്ടുവരെ, അംബ്ര കുല്ല ഫിയാലും നെൽ അഫാൽ മാലിയ. ഹാത്തി അംബ്രൻ, നീ അംബ്രിനെ കൊണ്ടുവരെ, കുല്ല ഫിയാലിൻ മിനൽ അഫാൽ മാലിയ, മാലിയത്തിൽ ആത്തിയ, താഴെ വരുന്ന മാലിയായ ഫിയലുകളിൽ നിന്നുള്ള എല്ലാ ഫിയാലിൻ്റെയും അംബ്രിനെ നീ കൊണ്ടുവരെ. അപ്പോൾ താഴെ കുറച്ച് മാലിയായ ഫീലുകൾ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? താഴെ ഒരു 4 മാലിയായ ഫീലുണ്ട്. അതിൻ്റെ അംബ്ര് ഫീൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അംബ്ര് ഫീൽ എടുക്കണം. ബിഹൈസു യക്കൂനു മറത്തൻ മബിയൻ അല സുക്കൂന്, ഒരു പ്രാവശ്യം അതിൻ്റെ എന്താണ്, അത് സുക്കൂൻ്റെ മേൽ മബിനി ആയിരിക്കണം. അപ്പോൾ എപ്പോഴൊക്കെ സുക്കൂൻ്റെ മേൽ മബിനി ആവാൻ നമുക്കറിയില്ലേ? അപ്പം മറത്തൻ അൽ ഫതഹ്, ഒരു പ്രാവശ്യം അത് ഫതഹിൻ്റെ മേൽ മബിനി ആയിരിക്കണം. അപ്പം മറത്തൻ അല ഹദഫിൻ നൂന്, ഒരു പ്രാവശ്യം അത് ഹദഫുൻ നൂനിൻ്റെ മേലിൽ, നൂനെ കഴിഞ്ഞതിൻ്റെ മേൽ മബിനി ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഈ ഫീലുകൾ, അപ്പോൾ 4 ഫീലുണ്ട്. ഈ 4 ഫീലിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, 3 അവസ്ഥയിലുള്ള മബിനിയെ നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് കതബ, എന്താണ് അർത്ഥം? എഴുതി. അതിൻ്റെ അമ്ര എങ്ങനെ? ഉക്തുബ് അല്ലേ? അപ്പോൾ ഉക്തുബ് എന്നുള്ളത് എന്തിൻ്റെ മേലാണ് മബിനി? സുക്കൂൻ്റെ മേലാണ്. അപ്പോൾ ഇനി ഫതഹിൻ്റെ മേൽ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം? തഹ്കീദിൻ്റെ നൂൻ ചേർക്കണം. അപ്പോൾ ഉക്തുബന്ന, അപ്പോൾ ഫതഹിൻ്റെ മേൽ മബിനി ആയില്ലേ? ഇനിയോ ഹദഫുന്നൂൻ്റെ മേൽ മബിനിയാണ്. അപ്പോഴോ? അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഉക്തുബ, അല്ലെങ്കിൽ ഉക്തുബു, അല്ലെങ്കിൽ ഉക്തുബിന. അപ്പോൾ നമുക്ക് ഉക്തുബിന അല്ല ഉക്തുബി. അപ്പം അങ്ങനെ അതേപോലെ നമ്മൾ ബാക്കിയുള്ള ഫീൽഡൊക്കെ എഴുതണം. അപ്പോൾ ഈ 3 അവസ്ഥയിലും മബനി വരുന്നത് ഈ ഓരോ ഫിയാലിൽ നിന്നും അമ്രെടുത്തിട്ട് നിങ്ങൾ ചെയ്യൂലേ? ആ ബാക്കി എന്താ? ഫഹിമ പറഞ്ഞാൽ മനസ്സിലാക്കി, ഇജ്തിഹാദ പറഞ്ഞാൽ പരിശ്രമിക്കുക, ഇസ്തഫഹമ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അതും മനസ്സിലാക്കുക. മനസ്സിലാക്കലിനെ തേട്, അതായത് മനസ്സിലാക്കലിനെ തേട് എന്നാണ് ഇസ്തഫഹമ. അപ്പോൾ ഈ 3ൻ്റെയും അമ്ര എടുക്കണം. അത് സുക്കൂൻ്റെ മേൽ മബിനി ആക്കണം, ഫതഹിൻ്റെ മേൽ മബിനി ആക്കണം, ഹദഫുന്നൂൻ്റെ മേൽ മബിനി ആക്കണം. അപ്പോൾ ഞാൻ അടുത്ത തമ്മിലും പറയല്ലേ? അപ്പോൾ 3ാമത്തെ തമ്മിലിന് ഹാത്തി അഫാൽ അംബ്രി, നീ അംബ്ര ഫേലിനെ കൊണ്ടുവരും. മിനൽ അഫാൽ മുലാരത്തിൽ ആദ്യ, താഴെ വരുന്ന മുലാരിയായ ഫീലുകളിൽ നിന്നും. അപ്പോൾ താഴെ കുറച്ച് മുലാരിയായ ഫീൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അംബ്രിനെ നമ്മൾ എടുക്കണം. മാൽ മുഹാഫലത്തി അലാമാത്തസല ബിഹ ഇൻകാന മുത്തസലത്തും ബിഷേ, എങ്ങനെ എടുക്കേണ്ടത്? നേരത്തെ പറയുന്നൊരു മാറ്റമുണ്ട്.
മാൽ മുഹാഫലത്തി സൂക്ഷിക്കലോടുകൂടെ, അലാമാത്തസലബിഹ ഇതിനോട് ചേർന്ന് വന്ന ഒന്നിൻ്റെ മേൽ സൂക്ഷിക്കലോടുകൂടെ, ഇൻകാത്ത് മുത്തസിലത്തം ബിഷയ് ഇവിടെ തന്നിട്ടുള്ള ഈ മുലാരിയ വലതിനോട് ചേർത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, അംബ്രിലും അതിനെ ചേർത്ത് കാണ്ട് എന്ത് ചെയ്യുക, അംബ്രിനെ നീ കൊണ്ടുവരും. അപ്പോൾ ബയ്യൻ എന്നിട്ട് നീ വ്യക്തമാക്കുക, അല അയ്യി ഷെയ്ഇൻ യുബ്ന കുല്ലു ഫിയലിൻ ഓരോ ഫിയലും ഏതിൻ്റെ മേലാണ് മബനി അയക്കുന്നത് എന്ന് നീ വ്യക്തമാക്കുക. കുല്ല ഫിയൽ അംറിൻ തീബിഹി നീ കൊണ്ടുവന്ന എല്ലാ അമ്രുഫിയലും ഇല്ലേ, അപ്പം നീ കൊണ്ടുവന്ന എല്ലാ അമ്രുഫയലും ഏതിൻ്റെ മേലാണ് മബനി എന്നും നീ വ്യക്തമാക്കുക. അപ്പോൾ ചോദ്യം മനസ്സിലായില്ലേ? താഴെ കുറച്ച് മുലാരിയായ ഫീലുകൾ തന്നിട്ടുണ്ട്. ആ ഫീലിൻ്റെ ഒക്കെ നമ്മൾ അമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഈ മുലാരിയായ ഫീല് എന്താണ് വലതിനോട് ചേർത്തിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് മുലാരിയായ ഫീലിൽ ഇപ്പോൾ നമ്മൾ എന്ത് വരും, അലിഫ് ഹുസ്നൈനി വരും, വാവുൽ ജമാഅത്ത് വരും. മുലാരിയായ ഫീലിലും എന്താണ് തഹ്കീദ് നൂന് പ്രവേശിക്കും, നൂൻ നിസ്ബ വരും. അപ്പം അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഇവിടെയുള്ള മുലാരി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ അത് ചേർത്തുകാണ്ടുള്ള അമ്രിനെ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ യക്തുബു എന്നാണ്, യക്തുബാനി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യക്തുബാനി. അപ്പോൾ എന്ത് ചേർത്ത് വന്നു, അലിഫ് ഹുസ്നൈനി ചേർത്ത് വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അമ്ര എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, ഉക്തുബാ വരണം. അമ്രിലും എന്ത് ചെയ്യണം, അലിഫ് ഹുസ്നൈനി ചേർത്തുകാണ്ട് ചെയ്യാം. മനസ്സിലായില്ലേ? എന്നിട്ട് ഏതിൻ്റെ മേലാണ് മബനി എന്നും നിങ്ങൾ എഴുതാം. അപ്പോൾ നോക്കല്ലേ ഏതൊക്കെ ഫീല്. ഒന്ന് യഹദി, യജ്ലിസാനി, യശ്രിബൂന, തനാമീന, യലാബന, യക്തുബു. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ ചേർന്ന് വന്നിട്ട് ചേർക്കാത്തൊക്കെ ഉണ്ട്. യഹദി എന്താ, അതാ യഹദി പറഞ്ഞാൽ സന്മാർഗം പ്രാപിക്കുക എന്നർത്ഥം. യജ്ലിസാനി അവർ രണ്ടുപേര് ഇരുന്നു. യശ്രബൂന അവർ പല പുരുഷന്മാർ കുടിച്ചു. തനാമീന അവളൊരു സ്ത്രീ ഉറങ്ങി. യലാബന അവർ പല ആളുകൾ കളിച്ചു. യക്തുബു അവൻ എഴുതി. അപ്പോൾ ഇതിലൊക്കെ ചേർത്തതും ചേർക്കാത്തതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെയൊക്കെ അമ്പർ എടുത്തിട്ട് ഏതിൻ്റെ മേൽ മബനിയാണെന്ന് എഴുതണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത അമ്പരീന് നാലാമത്തെ ഹവ്വലിൽ ജുമലൽ ആദ്യ താഴെ വരുന്ന നീ ജുംലയെ നീ മാറ്റ് ഇലാ ഖിതാബിൽ ഇസ്നൈനി രണ്ട് പേരോട് സംസാരിക്കുന്ന പോലെ നീ മാറ്റ്. സുമ്മ ജമാഅത്ത് ദുക്കൂർ പിന്നെ എന്ത് ചെയ്യുക, ജമ മുദക്കറിനോട് സംസാരിക്കുന്നതായിട്ട് നീ മാറ്റ്. സുമ്മ ഇലാ ഖിതാബിൽ മുഫ്രദത്തിൽ മുഅന്നസി പിന്നെ ഒരു സ്ത്രീയോട് മുഅന്നസായ മുഫ്രദത്തിനോട് സംസാരിക്കുന്ന രൂപത്തിൽ നീ ആക്ക്. വബയ്യിൻ നവാ ബിനായി ഫിഅലൈഹ ഫീ കുല്ലി ഹാലിൻ. വബയ്യിൻ എന്നിട്ട് നീ വ്യക്തമാക്ക് നവാ ബിനായിൻ്റെ അവസ്ഥകൾ നീ വ്യക്തമാക്ക്. ഫഅലൈഹ ആ ബിനായിൻ്റെ മേലാണ് ഫീ കുല്ലി എല്ലാ അവസ്ഥയിലും അതിൻ്റെ മേലാണ് മബ്നിയായിട്ടുള്ളത്. അങ്ങനത്തെ ബിനായിൻ്റെ അവസ്ഥകളെ ഇനങ്ങളെ നീ വ്യക്തമാക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ജുംല തന്നിട്ടുണ്ട്. എങ്ങനെ, ഇസ്മ നീ കേൾക്ക്, നുസ്ഹത്ത് ത്വബീബ് ഡോക്ടറുടെ ഉപദേശത്തെ നീ കേൾക്ക് അമൽ ബിഹി എന്നിട്ട് നീ അതുകൊണ്ട് അമൽ ചെയ്യും. അപ്പം നീ ഡോക്ടറുടെ ഉപദേശം കേൾക്ക്, അതുകൊണ്ട് അമൽ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് അമ്രഫീലാണ്, ഒന്ന് ഇസ്മ എന്നുള്ളതും ഒന്ന് അമൽ എന്നുള്ളതും. അപ്പോൾ ഈ രണ്ടിനെ നമ്മൾ ഇപ്പോൾ ഇത് ഒരാളോട് ഇസ്മ നീ ഒരു പുരുഷൻ കേൾക്ക്, ഇതിപ്പോൾ ഒരു പുരുഷനോടുള്ള ഹിതാബാണ്, ഒരു പുരുഷനോടുള്ള സംസാരമാണ്. ഇനി ഇത് നമ്മൾ രണ്ടാൾക്കാരോട് പറയുമ്പോൾ എങ്ങനെ പറയണം? അപ്പോൾ എന്താ മാറ്റി വരുത്തേണ്ടി, എങ്ങനെ ഇസ്മാ എന്ന് ആക്കേണ്ടി വരും. ഈ മൂന്നാൾക്കാരോട് പിന്നെ ജമ്മു മുദക്കറിനോടാവുമ്പോഴോ എന്ന് മാറ്റി വരുത്തേണ്ടി വരും, അറിയില്ലേ? ഇനി ഒരു സ്ത്രീയോടാവുമ്പോഴോ? അപ്പോൾ അതേപോലെ ഈ ഒരു ഇബാറത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൂന്നവസ്ഥ ആദ്യം ഒരു രണ്ടാളുകളോട് സംസാരിക്കുന്ന പോലെ, പിന്നെ ജമ്മു മുദക്കറിനോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മുഫ്രദ മുഅന്നസിനോട് സംസാരിക്കുന്ന രൂപത്തിൽ ഈ ഒരു ഇബാറത്തിന് നിങ്ങൾ മാറ്റുക. എന്നിട്ട് എന്തിൻ്റെ മേലാണ് ഇത് മബനി വരുന്നത് എന്ന് എഴുതുക. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം ഇനി അടുത്ത അമ്രീന് അഞ്ചാമത്തത് പറയല്ലേ. ഒന്നാമത്തത് ഇനി ജുംലകൾ ഉണ്ടാക്കാനാട്ടാ. ഈത്തി ബി സലാഹി ജുമലിൻ 3 ജുംലകൾ നിങ്ങൾ ഉണ്ടാക്കുക. യബ്തദി കുല്ലും മിൻഹാ ബി ഫിഅലിൽ അംറിൻ എല്ലാ ഫിഅലും എന്താണ്, എല്ലാ ഫിഅലും ഒരു അമ്ര ഫിഅൽ കൊണ്ട് തുടങ്ങുന്നതാവണം. എല്ലാ ജുംലയും ഒരു അമ്ര ഫിഅൽ കൊണ്ട് തുടങ്ങുന്നതാവണം.
മബനിയുൻ അല സുക്കൂനി, എന്തിൻ്റെ മേൽ മബനി? സുക്കൂനിൻ്റെ മേൽ മബനിയായ ഒരു അംറു ഫീല് കൊണ്ട് തുടങ്ങുന്നതാവണം. അങ്ങനത്തെ 3 ജുംലകൾ ഉണ്ടാക്കാൻ. ഇനി രണ്ടാമത്തത് ഈത്തി ബിസലാഹ് ജുമൽ, 3 ജുംലകൾ നീ കൊണ്ടുവരി. കുല്ലും മിൻഹ, അതിൽ നിന്നുള്ള എല്ലാതും തുടങ്ങണം ബി ഫിയലിൻ അംറിൻ മബനി അൽ ഫതഹി, ഫതഹിൻ്റെ മേൽ മബനിയായ അംറു ഫീലുകൾ തുടങ്ങണം. അപ്പോൾ എന്ത് ചെയ്യണം? തൈക്കീദ നൂൻ ചേർത്ത് കണ്ട് എഴുതണം. ഇനി അടുത്തത് ഈതി ബിസലാഹ് ജുമലിൻ ഈ കുല്ലും മിൻഹ ബി ഫിയലിൻ അംറിൻ മബനിയുൻ അല ഹദ്ഫിൻ അലിഫി, അലിഫിനെ കളഞ്ഞതിൻ്റെ മേൽ മബനി. അപ്പം എങ്ങനെ അലിഫിനെ കളഞ്ഞതിൻ്റെ മേൽ മബനി ആവുക? അല ഹദ്ഫിൻ അലിഫി, അലിഫിനെ കളഞ്ഞതിൻ്റെ മേൽ മബനിയാകുന്ന എന്ത് ചെയ്യണം? അങ്ങനത്തെ അംറു ഫീല് കൊണ്ട് തുടങ്ങുന്ന 3 ജുംലകൾ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇപ്പോൾ അവസാനം കളയൽ വരിക? അവസാനം മുഅത്തലായിട്ട് വരുമ്പോഴല്ലേ. അവസാനം അലിഫ്, ഒരു ഫീലിൻ്റെ അവസാനം അലിഫോ വാവോ യാओ, അതായത് എല്ലാത്തിൻ്റെ അക്ഷരങ്ങളിലായ ഈ 3 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ അംറു ഫീൽ എടുക്കുമ്പോൾ ആ അലിഫു യാവും വാവും അവിടെ വരുമോ അവസാനത്തിൽ? ഇല്ല. അപ്പോൾ അതിനെ കളയും. അപ്പം നമ്മൾ അലിഫിനെ കളഞ്ഞതിൻ്റെ മേലെ ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാളിയിൽ ഏതാണോ അലിഫാണോ നോക്കിയാൽ മതി. അതിൽ അലിഫാണെങ്കിൽ അവിടെ കളഞ്ഞത് എന്തായിരിക്കും? അലിഫിനായിരിക്കും കളഞ്ഞത്. മാളിയിലല്ല, മുലാരിയാണ് നോക്കേണ്ടത്. മുലാരിയിൽ ഏതാണോ അപ്പം അതിനേക്കാളും കളഞ്ഞുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം ഏതാണ്? അപ്പോൾ അലിഫ് അവസാനം കളഞ്ഞതിന് ഉദാഹരണം ഏതാണ്? ഇപ്പം ലഖിയ യൽഖ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അൽഖ എന്നാണ് പറയാം. അൽഖ, ലഖിയ യൽഖ. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യുക? അവസാനം അലിഫിനെ കളഞ്ഞപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു 3 അംറു ഫിയൽ വെച്ചിട്ടുള്ള 3 ജുംലകൾ ഉണ്ടാക്കുക. ഇനി ഈതി ബിസലാഹ് ജുമലിൻ യബ്തദി കുല്ലു മിൻഹാ ബി ഫിഅലി അംറിൻ മബ്നിൻ അല ഹദഫി വാവി, ഈ വാവിനെ കളഞ്ഞതിൻ്റെ മേൽ മബനി വരുന്ന അംറു ഫിയലുള്ള 3 ജുംലകൾ. അപ്പം എങ്ങനെ വാവിനെ കളയാം? അപ്പോൾ നമ്മൾ ഉദാഹരണം ഇപ്പോൾ യദോ എന്നുള്ളതിൽ എന്താണ്? വാവാണ് അല്ലേ? യദോ എന്ന് പറയുമ്പോൾ അവസാനം വാവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അംറ എങ്ങനെ? ഉദു എന്നാണ് വരിക. ഉദു. അപ്പോൾ അവിടെ നമ്മൾ വാവിനെ കളഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഈതി ബിസലാഹ് ജുമലിൻ യബ്തദി കുല്ലു മിൻഹാ ബി ഫിഅലിൻ അംറിൻ മബ്നിൻ അല ഹദഫിൽ യാഇനെ കളഞ്ഞതിൻ്റെ മേൽ മബനി വരുന്ന 3 അംറു ഫിഅലുള്ള 3 ജുംലകൾ ഉണ്ടാക്കുക. അപ്പോൾ യാഇനെ കളഞ്ഞതിൻ്റെ മേൽ മബനി ആവണം. അപ്പോൾ എങ്ങനെ യാഇനെ കളഞ്ഞതിൻ്റെ മേൽ മബനി ആവുക? ഈ യാ വരുന്ന ഏതെങ്കിലും എടുത്താൽ മതി. അപ്പോൾ അതേപോലെ യാഇനെ കളഞ്ഞതിൻ്റെ മേലിൽ മബനി വരുന്ന 3 ജുംലകൾ ഉണ്ടാക്കുക. ഇനി അടുത്ത ഈതി ബിസലാഹ് ജുമലിൻ യബ്തദി കുല്ലു മിൻഹാ ബി ഫിഅലി അംറിൻ മബ്നിയുൻ അല നൂനി അല ഹദഫിൻ നൂനി, നൂനിനെ കളഞ്ഞതിൻ്റെ മേൽ മബനി വരുന്നത്. അപ്പോൾ നൂനിനെ കളയൽ എപ്പോഴൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എപ്പോഴൊക്കെയാണ്? ഒന്ന് അലിഫുസ്നേനി, വാവുൽ ജമാഅത്ത്, യാ ഉൽ മുഖാത്തബത്ത്. ഇവ 3 അംറു ഫിഅലോട് ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഹദഫുൻ നൂനെ കളയാം. അപ്പോൾ അങ്ങനെ നൂനെ കഴിഞ്ഞിട്ടുള്ള മബനി, അപ്പോൾ ഏതെങ്കിലും ഉള്ള ഒരു 3 ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. പിന്നെ കുറച്ചൊന്നും ആലോചിക്കാൻ ചിലപ്പോൾ അലിഫും വാവും യാഇനെ കളഞ്ഞതായിരിക്കും. ആ ഫിയാലുകൾ കണ്ടെത്താനുള്ള പ്രയാസം ഉണ്ടാവുള്ളൂ. പ്രയാസമൊന്നും ഉണ്ടാവില്ല, തരണ ഇഷ്ടം പോലും കിട്ടും. അപ്പം എന്ത് ചെയ്യുക? എല്ലാവരും തംരീനുകളൊക്കെ കറക്റ്റാക്കി തെറ്റിക്കാതെ ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത പറയല്ലേ തംരീനും ഫിൽ ഇൻഷാ. അപ്പോൾ ഇനി അടുത്ത തംരീനും ഫിൽ ഇൻഷാ ആണ്. ഒന്നാമത് ഹാത്തി സലാഹ് ജുമലിൻ, 3 ജുംലകൾ നീ കൊണ്ടുവരെ. തഅമുറു ഫീഹ, ആ 3 ജുംലയിൽ നീ കൽപ്പിക്കണം. ഖാദിമത്തൻ, ഒരു ഖാദിമത്തിനോട്, ഒരു എന്താണ് വേലക്കാരി, ഒരു എന്താണ് ഖാദിമിനോട് എന്ത് ചെയ്യണം? ഖാദിമത്തിനോട് നീ കൽപ്പിക്കണം. ബി സലാഹത്തി അമാലിൻ, 3 അമലുകൾ കൊണ്ട്. തഖ്തസു ബി ഹുജറത്തി തുഹാം, എന്താണ് ഹുജറത്തി തുഹാം എന്ന് പറഞ്ഞാൽ അടുക്കള. അടുക്കളയോട് പ്രത്യേകമാക്കപ്പെട്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു 3 ജുംലകൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഈ ചോദ്യം മനസ്സിലായ 3 ജുംലകൾ ഉണ്ടാക്കണം അംറു ഫീലുള്ള. ആരോടുള്ള അംറാണ്? നമ്മളൊരു വേലക്കാരിയോട് കൽപ്പിക്കുക. എന്തിനെ കുറിച്ചിട്ട്?
അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങൾ, 3 അമലുകൾ. നിങ്ങൾക്ക് അടിക്ക്, തുടക്കുന്ന, മുറിക്കുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 3 ജുംലകൾ ഉണ്ടാക്കുക. ആരോടാണ് ഖിതാബ്? ആരോടാണ്? ഒരു ഖാദിമത്തിനോട്, ഒരു വേലക്കാരി സ്ത്രീയോടാണ്. ഇനി അടുത്തത് ഹാത്തി സലാഹ ജുമലിൻ തഅ്മുർ ഫിഹ അഖവൈക. നീ നിന്റെ സഹോദരങ്ങളോട് കൽപ്പിക്കുന്ന തരത്തിലുള്ള 3 ജുംലകൾ നീ കൊണ്ടുവരും. ഈ സലാഹത്തെ അമാലി 3 പ്രവർത്തികൾ കൊണ്ട് തുക്സിബുൽ ജിസ്മ സിഹത്ത, എന്ത്? നല്ല സിഹത്തായ ജിസ്മ. സിഹത്ത് എന്നത് ആരോഗ്യം. ആരോഗ്യമുള്ള ശരീരം സമ്പാദിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു 3 എന്താണ് അമലുകൾ. ആരോഗ്യമുള്ള ശരീരം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു 3 പ്രവർത്തികൾ. ഇതിനെ കുറിച്ചിട്ടുള്ള നമ്മൾ സഹോദരങ്ങളോട് കൽപ്പിക്കുക. നമ്മുടെ സഹോദരനോട് നമ്മൾ പറയുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യമുള്ള ശരീരം, നല്ല ഭക്ഷണം കഴിക്കണം. അങ്ങനത്തെ ഒരു 3 കൽപ്പനകൾ എന്ത് ചെയ്യുക, സഹോദരന്മാരോട് പറയുന്ന നിലക്കുള്ള ഒരു 3 കൽപ്പനകൾ. ഇനി ഹാത്തി സലാഹ ജുമലിൻ തഅ്മുറു ഫീഹ അസ്തിഖാഉക. നിന്റെ കൂട്ടുകാരോട് ഉള്ള കൽപ്പനയുള്ള ഒരു 3 ജുംലകൾ. എങ്ങനെ? തുക്സിബുഹും ലിദാ ആബാഹിം, അവരുടെ പിതാക്കന്മാരുടെ തൃപ്തി അവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന, അതായത് നമ്മുടെ പിതാക്കന്മാരുടെ തൃപ്തി അവർക്ക് നേടിക്കൊടുക്കുന്ന ഒരു 3 പ്രവർത്തികൾ അവരോട് കൽപ്പിക്കുക. ആരോട്? നിന്റെ കൂട്ടുകാരോട് കൽപ്പിക്കുക. അങ്ങനത്തെ ഉള്ള ഒരു 3 ജുംലകൾ ഉണ്ടാക്കുക. അപ്പം ആദ്യത്തെയുള്ള ആരോടാണ് കൽപ്പന? ഒരു വേലക്കാരി സ്ത്രീയോട് എന്താണ് ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള 3 കൽപ്പന. ഭക്ഷണം ഉണ്ടാക്കണം. ഇനി സഹോദരനോട് എന്തിനെ കുറിച്ചിട്ടുള്ള? നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള. പിന്നെന്താണ്? കൂട്ടുകാരോട് അവരുടെ പിതാക്കന്മാരെ തൃപ്തി ലഭിക്കുന്ന ഒരു 3 കാര്യങ്ങൾ അവരോട് കൽപ്പിക്കാം. മനസ്സിലായി ചോദ്യം? അപ്പോൾ അതൊക്കെ ഒരു 3 ജുംലകൾ ഉണ്ടാക്കാനുള്ള. അപ്പോൾ അതെല്ലാം ചെയ്യുക. ഇനി അടുത്ത തംരീനും ഫിൽ ഇഅ്റാബാണ്. വളരെ ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഇങ്ങനെ മബനി, പല അവസ്ഥകളിലും മബനി പഠിച്ചു. അപ്പോൾ ഇനി ഈ അവസ്ഥകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇഅ്റാബ് പറയേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇഅ്റാബാണ് പ്രധാനം. നമ്മൾ ഇഅ്റാബ് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നമൂദജ്, ഉദാഹരണം നോക്കല്ലേ. ഒന്നാമത്തത് ഉറുജുൽ ഖൈറ, നീ ഖൈറിനെ ആഗ്രഹിക്കുക, നീ തേട്, നീ ഖൈറിനെ ആഗ്രഹിക്കുക. അപ്പോൾ ഉറുജു എന്നുള്ളത് എന്തിൻ്റെ മേലാണ് മബനി? ഫീലു അമ്ര ഫീലാണ്. അമ്ര ഫീലല്ലേ? മബനി അല ഹദഫിൽ വാവിനെ കളഞ്ഞതിൻ്റെ മേലാണ്. റജാ യർജു എന്നാണ് ഫിയാല്. റജാ യർജു എന്നാണ് ഫിയല്. അപ്പോൾ അവിടെ വാവിനെ കളഞ്ഞതിൻ്റെ മേലാണ് മബനി. ഇനി ഉറുജുൽ ഖൈറ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫതഹ ആണ്. അവിടുത്തെ ഫായിൽ ഏതാണ്? ഫായിലും എഴുതണം. നമ്മുടെ ഫായിൽ എഴുതിയിട്ടില്ല, വിട്ടുപോയതായിരിക്കും. ഫായിൽ എന്താണ്? ഉറുജു എന്നുള്ളത് ഫായിൽ ഏതാണ്? ഫിയലിനൊരു ഫായിൽ വേണ്ടേ? ഫായിൽ എന്താണ്? അവിടെ മുസ്തത്തിറായ മറഞ്ഞെടുക്കണ ളമീറാണ്. എന്ത്? അൻത എന്ന് സങ്കല്പിക്കുന്ന. ഇനി അടുത്തത് ഇൻതബിഹു, ഇൻതബിഹു ലിദ്ദർസി, നീ എണീക്ക്. ഇൻതബിഹു, നീ ഉണരെ, നീ എണീക്ക്. ലിദ്ദർസി, പാഠത്തിനാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് നീ എണീക്ക്. അപ്പോൾ ഇൻതബിഹു എന്നുള്ളത് ഫിയലു അമ്ര ഫിയലാണ്. മബനിൻ അല ഹദഫിൻ നൂനിനെ കളഞ്ഞതിൻ്റെ മേലാണ്. കാരണം വാവ് ചേർന്നിട്ടില്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് മബനി? നൂനിനെ കളഞ്ഞതിൻ്റെ മേലാണ്. വൽ വാവു ഫായിലിൻ മബനിൻ അല സുക്കൂനി, അവിടെ എന്താണ്? വാവ്, അവിടുത്തെ ഫായിൽ ഏതാണ്? വാവാണ്. ഇൻതബിഹു, നിങ്ങൾ എന്നല്ലേ. അപ്പോൾ വാവാണ് അവിടുത്തെ ഫായിൽ. മബനിൻ അല സുക്കൂൻ്റെ മേൽ മബനിയാണ്. വാവ് സുക്കൂൻ്റെ മേൽ മബനിയല്ലേ. അപ്പോൾ ഇവിടെ ഇൻതബിഹു എന്നുള്ള ഫിയാല് ഹദഫുൻ നൂൻ്റെ മേലാണ് മബനി. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ലിദ്ദറസി എന്നുള്ളത് അല്ലാമു ഹർഫ് ജർ, ലാമ് ജറിൻ്റെ ഹർഫാണ്. മബനി അല്ല കസറിൻ്റെ മേലാണ് മബനി, അതൊക്കെ നമുക്കറിയാം. ദറസ് എന്താണ്? മജ്റൂറൻ. ഇപ്പോൾ ലാമ ഹർഫ് ജർ ആകുമ്പോൾ അതിന് ശേഷം വരുന്നത് മജ്റൂറാണ്. മജ്റൂറും ബിൽ ലാമി അലാമത്ത് ജരിഹി അൽ കസറത്തു, ലാമിൻ്റെ മേൽ ജർ ചെയ്യപ്പെട്ടതാണ്. ജറിൻ്റെ അടയാളം എന്താണ്? കസറത്താണ്. ഇനി എന്താണ് അടുത്തത്? ഇനി
ഇനി താഴെ വരുന്ന ജുംലകളൊക്കെ നിങ്ങൾ അതേപോലെ ഇറാബ് ചെയ്യണം. ഏതൊക്കെ? ആരിബിൽ ജുമൽ ആത്തിയ, താഴെ വരുന്ന ജുംലകളെ നീ ഇറാബ് ചെയ്യും. ഇതേപോലെ എന്താണ് ഏതിൻ്റെ മേലാണ് മബിനി എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ജുംലകളൊക്കെ നിങ്ങൾ ഇറാബ് ചെയ്താൽ. ഇംതദിൽ ജവാദ, നീ കുതിരയെ ഓടിക്ക്. ഇംതദ നീ ഓടിക്ക്, നീ ഓട്ട് എന്നൊക്കെ അർത്ഥം. യഗ്സിൽനൽ മലാബിസ, നീ യഗ്സിൽന എന്നുള്ളത് എന്താണ്? ഒരു കൂടെ സ്ത്രീകൾ ന്യൂനിസ്ബയാണ്. അപ്പം നിങ്ങൾ അലക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക, കഴുകുക. അൽ മലാബിസ വസ്ത്രങ്ങളെ. അത്തീമ, നിങ്ങൾ രണ്ടുപേരും ഭക്ഷിപ്പിക്ക്. ഭക്ഷിക്കുക എന്നല്ല, ഭക്ഷിപ്പിക്ക്. അൽ ഫുഖറ, ആരെ? ഫക്കീറന്മാരെ. ഇഖ്തഫന്ന, നിങ്ങൾ പറിക്ക്. അൽ അസ്ഹാറ, ഇഖ്തഫന്ന നീ പറിക്ക്. അൽ അസ്ഹാറ, പൂക്കളെ. അപ്പോൾ ഇത്രയാണ് തംരീനുകളൊക്കെ. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ ഇറാബ് നിങ്ങൾ ചെയ്യണം. ഒക്കെ തെറ്റാതെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പരീക്ഷയൊക്കെ നല്ല ഉഷാറാക്കി എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.